കാസർഗോഡ് നഗരസഭ അധ്യക്ഷയായി ഷാഹിന സലീമിനെ തിരഞ്ഞെടുത്തു. ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. കാസർഗോഡ് നഗരസഭയെ ഇനി ഷാഹിന സലീം നയിക്കും. തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷാഹിന സലീം നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 39 അംഗങ്ങളുള്ള കാസർഗോഡ് നഗരസഭാ കൗൺസിലിൽ നിന്നും 24 വോട്ടുകൾ നേടിയാണ് ഷാഹിന സലീം ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഷാഹിന സലീമിനെ കൂടാതെ BJP കൗൺസിലറായ ശാരദയും ചെയർമാൻ സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ടായിരുന്നു. ശാരദയ്ക്ക് 12 വോട്ടുകൾ ലഭിച്ചു. 2 സ്വതന്ത്രരും ഒരു LDF കൗൺസിലറും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ജില്ലാ ആസ്ഥാനമായ വിദ്യാനഗർ ഉൾപ്പെടുന്ന ചെങ്കള പഞ്ചായത്തിനെ നയിച്ച കരുത്തുമായാണ് ഷാഹിന സലീം കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. മുൻ ഭരണസമിതി നടത്തിയ ഒരുപാട് വികസന പദ്ധതികൾ നമുക്ക് മുന്നിലുണ്ട്. നഗരത്തിന്റെ പ്രധാനപ്പെട്ട റോഡുകൾ തന്നെ പൂർത്തീകരിക്കാനുണ്ട്, ഫുട്പാത്തുകൾ പൂർത്തീകരിക്കാനുണ്ട്. ഒട്ടനവധി പദ്ധതികൾ മുൻ ഭരണസമിതിയിലുണ്ട്. തീർച്ചയായും അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ദ്രുതഗതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ടൗണിന്റെ മുഖച്ഛായ മാറ്റാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ ആവിഷ്കരിക്കണം. തീർച്ചയായും അത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നമ്മുടെ MLA MP-യുമായി സഹകരിച്ച് സർക്കാർ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് ഒരുപാട് ഫണ്ടുകൾ ആവിഷ്കരിച്ചുകൊണ്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെടുക്കും. മുനിസിപ്പൽ സ്റ്റേഡിയം മറ്റൊരു പദ്ധതിയാണ്. ഏറ്റവും ഹൈടെക് ആയിട്ടുള്ള സിന്തറ്റിക് ട്രാക്കോട് കൂടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പദ്ധതികൾക്ക് നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ടൗണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്നവരുണ്ട്. അതേപോലെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. വഴിയോര കച്ചവടക്കാരുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് പറയുന്നത് ജൻസി കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ നൽകണം. കാരണം നമ്മുടെ കുട്ടികൾ സ്മാർട്ടാണ്. വെറും സ്മാർട്ടായതൊന്നും കാര്യമില്ല. ക്വാളിറ്റി എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ അവയർനെസ് ഉണ്ടാക്കിക്കൊണ്ട് ഏറ്റവും നല്ല പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വികസന പദ്ധതികൾ രൂപീകരിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്. ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം, രോഗം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ചികിത്സ ഒരുക്കുന്നതിന് വേണ്ടി ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ വേണ്ടത് നമ്മുടെ സാധാരണ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ഇഫ് there is a will there is a way. അപ്പൊ അതിന്റെ ചെറിയൊരു മാറ്റം ഞാൻ വരുത്തുകയാണ്. If there is a will there are many ways to get it done. അതിന് എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലൂടെ ഒട്ടനവധി വികസന വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായവും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. തുരുത്തി 16-ാം വാർഡിൽ നിന്നും 215 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഷാഹിന മുസ്ലിം ലീഗിലെ വനിതാ നേതാക്കളിൽ പ്രമുഖയാണ്. പിതാവും മകളും ഒരേ സമയം സമീപ പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു എന്ന പ്രത്യേകതയും കാസർഗോഡ് നഗരസഭയുടെ അധ്യക്ഷയ്ക്കുണ്ട്. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് കല്ലട്ര അബ്ദുൽ ഖാദറിന്റെ മകളാണ് 40 വയസ്സുകാരിയായ ഷാഹിന സലീം. MBA ബിരുദധാരിയാണ്. 2010 ചെങ്കള പഞ്ചായത്ത് ചെർക്കള ടൗൺ വാർഡിൽ നിന്നും കന്നി മത്സരത്തിൽ 1000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചായിരുന്നു ജനപ്രതിനിധിയായുള്ള ഷാഹിനയുടെ രംഗപ്രവേശം. 2 വർഷത്തിന് ശേഷം 2012-ൽ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷയായി. 2015-ൽ നാരമ്പാടി 5-ാം വാർഡിൽ നിന്നും 323 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ വിജയിച്ചാണ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായത്. ഷാഹിന നിലവിൽ വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. 2016-ൽ വനിതാ ലീഗ് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റായും 2019 മുതൽ 2023 വരെ ജില്ലാ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. നിലവിൽ STU കുടുംബശ്രീ തൊഴിലുറപ്പ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റാണ്. ദേളി സാദിയ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം BSc ബയോടെക്നോളജിയും MBA ബിരുദവും നേടി. പൊതുമരാമത്ത് കരാറുകാരനായ C. സലീമാണ് ഭർത്താവ്.
താഹിറയാണ് മാതാവ്. ഷൻസ, ഷിമാസ് എന്നിവർ മക്കളാണ്. വിദ്യാനഗറിലാണ് ഷാഹിന സലീം കുടുംബസമേതം താമസിക്കുന്നത്. നേരത്തെ ചെർക്കളയിലായിരുന്നു താമസം. 5 വർഷം മുൻപാണ് വിദ്യാനഗറിലേക്ക് സകുടുംബം താമസം മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.